ഷാഫി പറമ്പിൽ MP സംസാരിക്കുകയാണ്. തത്സമയം ഡിമാൻഡ് ചെയ്തല്ലാതെ അതൊരു പാർട്ടി ഒഫീഷ്യൽ ചാനൽ വഴി ഇന്ന സ്ഥലങ്ങളിൽ രാവിലെ പ്രചരണത്തിന് പോട്ടെ എന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഘടകവും തീരുമാനിച്ചിട്ടില്ല. ഔദ്യോഗികമായ KPCCയോ DCCയോ നടത്തുന്ന പാർട്ടി ഔദ്യോഗിക പരിപാടികളിലും അദ്ദേഹം അതിൻ്റെ ഭാഗവാക്കായിട്ടില്ല. ലീഗൽ ഇത് വരുന്നതിന് മുമ്പ് അദ്ദേഹം ആ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് തീർത്തും പ്രാദേശികമായിട്ട് മാത്രം നടന്നൊരു കാര്യമാണ്. അതിനൊരു കോൺഗ്രസ് ഡയറക്ഷൻ അക്കാര്യത്തിൽ പങ്കെടുപ്പിക്കണം എന്നുള്ളത് പാർട്ടി കൊടുത്തിട്ടില്ല. ഇപ്പോഴും ഇപ്പം പുതിയ സാഹചര്യത്തിൽ പാർട്ടി അത്തരമൊരു ഡയറക്ഷൻ ഈ കൊടുക്കണം അല്ലെങ്കിൽ പങ്കെടുപ്പിക്കണം ഒന്നും പാർട്ടി കൊടുക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. ഒറ്റ കാര്യം കൂടി ചോദിച്ചോളാം. ഈ കോൺഗ്രസിൻ്റെ മൊത്തത്തിലുള്ള വലിയ പ്രതീക്ഷ നൽകിയ യുവ നേതൃനിരയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ വളരെ വളരെ മെച്ചമാണ് എന്ന് പൊതുസമൂഹത്തിന് തോന്നിപ്പിക്കുകയൊക്കെ ചെയ്ത ശേഷം ഇതൊരു വലിയ തിരിച്ചടിയായോ? കേസിന്റെ മെറിറ്റ്സിലേക്കല്ല പോകുന്നത്. ഇങ്ങനൊരു ആക്ഷേപം വന്നു, അതിന്റെ പേരിൽ പ്രതിക്കൂട്ടിലായി, അത് കോൺഗ്രസിലെ ഈ യുവ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തിയോ? അതില്ലല്ലോ, അത് അങ്ങനെ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് അല്ലല്ലോ. ഇപ്പോൾ ഒരാൾ മാത്രം ക്രിയേറ്റ് ചെയ്ത ഒന്നല്ല, ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നുമല്ല. അതിപ്പം രാഹുലാണെങ്കിലും ഞാനാണെങ്കിലും ഹൈബി ആണെങ്കിലും എൽദോസ് ആണെങ്കിലും സാദത്ത് ആണെങ്കിലും റോജി ആണെങ്കിലും IC ബാലകൃഷ്ണൻ ആണെങ്കിലും ജെബി മേത്തർ ആണെങ്കിലും നിങ്ങൾ സനീഷ് ആണെങ്കിലും ഒരറ്റം മുതൽ അങ്ങനെ PC വിശ്വനാഥ് വരെ സീനിയറാണ്. ബട്ട് ഞങ്ങളുടെ ഒരു ജനറേഷൻ്റെ മേലെ നിന്നിരുന്ന ആളാണ്. അപ്പോൾ അതൊരു കോൺഗ്രസിനകത്ത് ചെറുപ്പക്കാർക്ക് കൂടുതൽ അവസരം ഉണ്ടാവണം എന്നുള്ള ആവശ്യത്തെ ഉന്നയിച്ചും പാർട്ടി അത് തിരിച്ചറിഞ്ഞു. CPM ജയിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ വിഷ്ണുവണ്ണൊക്കെ ജയിച്ച സീറ്റ്, ഇപ്പോൾ CR മഹേഷും വിഷ്ണുവണ്ണൊക്കെ ജയിച്ച സീറ്റ് എത്രയോ വർഷങ്ങളായിട്ട് CPM സ്ട്രോങ് ഹോൾഡ്സ് ആയിരുന്നു. ഒരു മുൻ മന്ത്രി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റ അപൂർവം ഒക്കേഷനിലൊന്നായിരുന്നു PC വിശ്വനാഥ് കുണ്ട്ര ജയിച്ചു കയറിയത്. അപ്പം ഇത് തീർത്തിപ്പോൾ ഒരാൾ സ്പോൺസർ ചെയ്യുന്നതോ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നതോ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതൊരു ടോട്ടൽ മൂവ്മെൻ്റാണ്. ആ മൂവ്മെൻറ്റിനും ആ ആളുകൾക്കുമുള്ള അക്സെപ്റ്റൻസ്, പബ്ലിക് അക്സെപ്റ്റൻസ്, അതാണ് അതിൻ്റെ ഇന്ധനം. ആ അക്സെപ്റ്റൻസിനെ കുറക്കുന്ന ടോട്ടാലിറ്റിയിലെ അക്സെപ്റ്റൻസിനെ കുറക്കുന്ന ഒന്നും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻഷുറൻസിൻ്റെ പേരിൽ ഉണ്ടാവുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ദാറ്റ് വിൽ കണ്ടിന്യൂ. ഇപ്പം അബിൻ വർക്കി ആണെങ്കിലും അഭിജിത്ത് ആണെങ്കിലും ജനീഷ് ആണെങ്കിലും അലോഷി ആണെങ്കിലും ഇതിൻ്റെ ഒരു ലീഡർഷിപ്പ് കണ്ടിന്യൂറ്റി ഉണ്ടാവും അടുത്ത ജനറേഷൻ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പേരുകാരൊക്കെ അടുത്ത അസംബ്ലിയിൽ വേണമെന്ന് വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളും വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ബാറ്റ് ചെയ്യേണ്ട ഒരാളുമാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. 100% കാര്യം നടക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി ഡിസിഷനാണ് വരേണ്ടത്. ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിലും കുറേ ചെറുപ്പക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതൊരിക്കലും ഒരു ഇൻഡിവിജ്വൽ സെൻട്രിക് ആയിട്ടുള്ളൊരു കാര്യമല്ല. കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു ഫ്രഷ് എയറും ഒരു ഫ്രഷ് എനർജിയും പോറും ചെയ്യുന്ന ഒരു കണ്ടിന്യൂയിങ് സിസ്റ്റം ആവാനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ബാക്കിയുള്ള ആളുകൾക്കും തുടരാം. അതിനൊന്നും ഇക്കാര്യങ്ങളൊരു തടസ്സമാണല്ലോ. നമുക്ക് പൊതുവായുള്ള ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. അതിന് ഒരേ ഒരു ചോദ്യം കൂടി, VD സതീശനുമായിട്ടുള്ള ഒരു അടുപ്പത്തിൽ കുറവ് വന്നിട്ടുണ്ടോ? കോൺഗ്രസ് അധികാര സമവാക്യങ്ങളിൽ അങ്ങനെ അധികാര സമവാക്യമല്ല, സൗഹൃദ സമവാക്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടോ? നിങ്ങൾ അദ്ദേഹമായിട്ട് വളരെ അടുപ്പമായിരുന്നു. പക്ഷേ പുതിയ PCC വന്ന ശേഷം VD സതീശനെ വേണ്ടത്ര വിശ്വാസത്തിലെടുക്കാതെ KPC പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരും നീങ്ങുന്നു എന്ന മട്ടിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ സ്ഥിതി? ഇല്ല, വാർത്തകളാണ് വരുന്നത്. അത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. വരുന്നത് വാർത്തകളാണെന്നുള്ള യാഥാർത്ഥ്യം. ഇപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മുമ്പിലുള്ള അജണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ലോക്കൽ ബോഡിയും അതിനപ്പുറമുള്ള അസംബ്ലി ഇലക്ഷനുമാണ്. അത് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. I can take any issues in Congress in Kerala. നിങ്ങൾ കോൺഗ്രസിനകത്ത് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും കൂടുതൽ ആളുകൾ ഒരു പോസ്റ്റിലേക്ക് ഡിസൈഡിങ് ആയിട്ടുള്ള യോഗ്യരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ബട്ട് പുള്ളി പറഞ്ഞത് I can never take an insult of people of Kerala. കേരളത്തിലെ ജനങ്ങളുടെ മേലെ എൻ്റെ പാർട്ടി ഒരു തരത്തിലുള്ള പ്രയാസവും എൻ്റെ പാർട്ടി മൂലം ഉണ്ടാവുന്നത് ഞാൻ അംഗീകരിക്കില്ല. എന്ന് വെച്ചാൽ കേരളത്തിലെ ജനം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ എവിഡൻ്റാണ്, വളരെ ക്ലിയറാണ്. ആ ക്ലാരിറ്റി മുമ്പിൽ നിൽക്കുമ്പോൾ ആ മാറ്റം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം UDFനുണ്ട്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റിക്ക് അനുസരിച്ച് എല്ലാവരും അവരവരുടെ സ്റ്റേച്ചറിനനുസരിച്ച് ഉയരുക എന്നുള്ളതാണ്. ഹൗ ബിഗ് യു ആർ, ഹൗ സ്മോൾ യു ആർ എന്നുള്ളതൊന്നും ഇന്നത്തെ പ്രശ്നമില്ല. ഏത് പദവിയിലാണെങ്കിലും എവിടെ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും കേരളത്തിലെ
ഒരു ഭരണമാറ്റം എന്നുള്ള നെസസിറ്റി, കേരളത്തിലെ ജനങ്ങളുടെ നെസസിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഞങ്ങളുടെ ഇണക്കങ്ങൾക്കും പിണക്കങ്ങൾക്കും ഒക്കെ അപ്പുറത്താണ്. ആ ഒരു അജണ്ടയിലേക്ക് വി ഹാവ് സ്റ്റാർട്ടഡ് മൂവിങ് സ്ട്രോങ്ലി. ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് KPC പ്രതിപക്ഷ നേതാവൊക്കെ പ്ലാൻ ചെയ്ത് തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിനൊരു ഇമ്പാക്റ്റും റിസൾട്ടും ഉണ്ടാവും. ഒരു ടീമായി ബൈ ഇലക്ഷൻസിന് നേരിട്ടപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയ മാറ്റം സിറ്റിംഗ് സീറ്റുകളിൽ ഷാഫി പറമ്പിൽ MP സംസാരിക്കുകയായിരുന്നു.